പൂന്തോട്ടത്തിലെ പൂക്കളിലും ദൈവസാന്നിധ്യത്തെക്കുറിച്ച് യേശു ദർശിച്ചു. ഓരോ പുഷ്പങ്ങളിലും അടങ്ങിയിരിക്കുന്ന രഹസ്യാത്മകതയിലേക്ക് കടന്നു ചെല്ലുവാൻ അവൾ ശ്രമിച്ചു. മൃദുലമാണ് എങ്കിലും ഒരു പുഷ്പത്തിൽ ദൈവത്തിനായി സമർപ്പിക്കുവാൻ തന്നിൽ തന്നെ എത്ര കാര്യങ്ങളുണ്ട് എന്നവൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ തനിക്കും കരുണാസമ്പന്നനായ ദൈവത്തിന് യോഗ്യമായ രീതിയിൽ സമർപ്പിക്കുവാൻ ഒന്നുമില്ലെന്ന് തോന്നുമ്പോഴും ഒരു കൊച്ചു പുഷ്പമായി തൻ്റെ തന്നെ ഇല്ലായ്മയും അപൂർണതയും കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്ന് അവൾ ചിന്തിച്ചു. ഒരു പുഷ്പം മനോഹരമാണ്, മൃദുലമാണ്. അത് ലോലവും എന്നാൽ സുഗന്ധപൂരിതവുമാണ്. എന്നാൽ മധുരമേറിയ തേനുമുണ്ട്. അത് ആരെയും ആകർഷിക്കുന്നു. എന്നാൽ അതിൻ്റെ ആയുസ് ഹ്രസ്വമാണ്. ഒരു പൂവ് പെട്ടെന്ന് മുറിപ്പെടുന്നു, ഇതളുകൾ പൊഴിയുന്നു. സ്വാഭാവികമായും വളരെ ബലഹീനമാണ്. എന്നാൽ അതിൻ്റെ മനോഹാരിതയിൽ പ്രപഞ്ചം ആകർഷിക്കപ്പെടുന്നു. കാരണം അതിൽ ദൈവപ്രഭ പ്രകാശിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.